നമസ്കാരം. യുഎസും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ ലെബനനിൽ ഉടനീളം വലിയ ആക്രമണം നടത്തി. 10 മിനിറ്റിനുള്ളിൽ 100-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയും ഏകദേശം 250 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം എന്നാരോപിച്ച് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ലെബനനിലെ ആക്രമണം നിർത്തലാക്കുന്നത് ഒരിക്കലും കരാറിന്റെ ഭാഗമല്ലെന്നാണ് യുഎസ് പ്രതികരിച്ചത്. പാകിസ്ഥാനാണ് യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത്. ഇറാനും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ലെബനനിലും മറ്റിടങ്ങളിലും ഉൾപ്പെടെ എല്ലായിടത്തും ഉടനടി വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വെടിനിർത്തലിനെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ലെബനനെതിരായ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ്. ലോകം ഉറ്റുനോക്കുകയാണ്. അവർ വാക്കുപാലിക്കുമോ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എക്സിലെ പോസ്റ്റിൽ ചോദിച്ചത്. തന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ യുഎസിനെ കുഴപ്പത്തിലാക്കി ലെബനനിൽ ബോംബിടാൻ നെതന്യാഹു നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? വെടിനിർത്തലിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രയേൽ ജെറ്റുകൾ ബെയ്റൂട്ടിൽ കടന്നുകയറിയത്. വെടിനിർത്തലിൽ നെതന്യാഹുവിന് തൃപ്തിയില്ല. ഇസ്രയേലിനോട് ചോദിക്കാതെയാണ് യുഎസ് കരാറിൽ ഒപ്പുവെച്ചത്. ഇസ്രയേലിൽ ഒരു വലിയ വിഭാഗത്തിന് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ചർച്ചയിൽ യുഎസ് ഇസ്രയേൽ പ്രതിനിധികളെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. 3 ലക്ഷ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നെതന്യാഹു ഇറാനെതിരെ ആക്രമണത്തിന് രൂപം നൽകിയത്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക, കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നത് തടയുക, അരനൂറ്റാണ്ടായി ഇറാനിയൻ ജനതയെ അടിച്ചമർത്തുന്ന ക്രൂരവും സ്വേച്ഛാധിപത്യപരവുമായ ഭരണകൂടത്തെ നീക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. അണുബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം ഇപ്പോഴും ഇറാനിലുണ്ട്. കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ 1/3 ഭാഗവും കേടുകൂടാതെ ഇരിക്കുന്നതായാണ് അനുമാനം. വെടിനിർത്തൽ കരാർ എന്തായാലും ഇസ്രയേലിന് ഗുണകരമല്ല. ഇറാൻ യുദ്ധം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് ഇസ്രയേലിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ വർഷം പകുതിയോടെ ഇസ്രയേലിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി സംബന്ധിച്ചിടത്തോളം ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായുള്ള നിർണായക വിജയം പ്രധാനമാണ്. ഇസ്രയേലും ലെബനനിലെ സായുധ ഗ്രൂപ്പുകളും തമ്മിൽ 5 പതിറ്റാണ്ടായി യുദ്ധത്തിലാണ്. ഹിസ്ബുള്ളയെ തുടച്ചു നീക്കാൻ ഇസ്രയേൽ ശ്രമം നടത്തിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായുള്ള ഹമാസ് ആക്രമണത്തിന് ശേഷം 2023-ൽ വലിയ ആക്രമണമുണ്ടായി. ഹിസ്ബുള്ളയുടെ ദീർഘകാല തലവൻ ഹസൻ നസ്രല്ലയെയും അതിന്റെ മുതിർന്ന നേതൃത്വത്തെയും ഇസ്രയേൽ വധിക്കുകയും ഹിസ്ബുള്ളയ്ക്ക് കടുത്ത നാശമുണ്ടാക്കുകയും ചെയ്തു. യുഎസിന്റെയും ഫ്രാൻസിന്റെയും മേൽനോട്ടത്തിൽ 2024 നവംബറിലാണ് വെടിനിർത്തലിൽ എത്തിയത്. മാർച്ചിൽ ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. അതിനുശേഷം ആക്രമണങ്ങൾ തുടരുകയാണ്. ഹിസ്ബുള്ള ആക്രമണങ്ങൾക്കെതിരായ സുരക്ഷാ ബഫറായി അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ വടക്ക് ലിറ്റാനി നദി വരെ തെക്കൻ ലെബനൻ കൈവശപ്പെടുത്തുമെന്നാണ് മാർച്ച് 24-ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. 1000-ലധികം സാധാരണക്കാരനാണ് ഈയിടെയുണ്ടായ ആക്രമണങ്ങളിൽ മരിച്ചത്. 1 ദശലക്ഷം പേർ കുടിയിറക്കപ്പെട്ടു. തെക്കൻ ലെബനനിൽ നിന്നുള്ള നിരവധി ആളുകൾ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പലായനം ചെയ്തിരിക്കുന്നു. അവിടെയും ബോംബാക്രമണം നടക്കുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടാൽ മാത്രമേ ഈ ആക്രമണങ്ങൾക്ക് അറുതിയുണ്ടാകാൻ സാധ്യതയുള്ളൂ.